മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംവിധായകനും ബി.ജെ.പി. നേതാവും പഴയ പട്ടാളക്കാരനുമായ മേജർ രവി നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. നടൻ ഇന്നസെന്റ് അന്തരിച്ച അന്തിമോപചാരം അർപ്പിക്കാൻ പിണറായി എത്തിയത് 56 വാഹനങ്ങളുടെയും ഒട്ടേറെ പോലീസുകാരുടെയും 10 ഫയർഫോഴ്സ് വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണെന്നാണ് മേജർ രവി ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞത്. ഇത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നു. ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ മേജർ രവിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. മേജർ രവി പറയുന്നത് പച്ച നുണയാണെന്ന് പിണറായി ഇന്നസെന്റിനെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന വീഡിയോ അടക്കം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടും. മേജർ രവിക്കെതിരെ പിണറായി വിജയന്റെ ഓഫീസ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. എന്നാൽ മേജർ രവിയുടെ ആരോപണങ്ങളെ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ ഇപ്പോൾ ധാരാളമായി പുറത്തു വരുന്നുമുണ്ട്. അന്ന് എറണാകുളത്തെ മറ്റ് പരിപാടികൾ എല്ലാം ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിങ്ങാലക്കുടയിലേക്ക് ഇന്നസെന്റിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ പുറപ്പെട്ടത്. ടൗൺ ഹാളിന് മുന്നിലെത്തിയ അദ്ദേഹം വളരെ ലളിതമായ രീതിയിലാണ് അകത്തേക്ക് കടന്നുപോയത്. 56 പോലീസ് വാഹനങ്ങളും 10 ഫയർഫോഴ്സ് എഞ്ചിനുകളും ഉണ്ടായിരുന്നു എന്ന മേജർ രവിയുടെ വാദം പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെ പടച്ചുവിട്ട ഒരു നുണക്കഥയാണ് ഇതെന്ന് അതിലൂടെ വ്യക്തമാകുന്നു. വലിയൊരു ജനാവലി തന്നെ ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയിരുന്നു. മന്ത്രിമാരും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും എല്ലാം അവിടെ എത്തിയിരുന്നു. ഈ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള സ്വാഭാവികമായ സുരക്ഷാ ക്രമീകരണങ്ങളെയാണ് മേജർ രവി അതിശയോക്തി കലർത്തി ദുർവ്യാഖ്യാനം ചെയ്തത്. അവിടെ വന്ന പോലീസുകാർ എല്ലാം പിണറായിക്ക് അകമ്പടി വന്നതായിട്ടാണ് മേജർ രവി പറയുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സലിംകുമാർ മരിച്ച സമയത്ത് ഒരു വാഹനത്തിൽ വന്നു എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് പിണറായി വിജയനെ മോശമായി ചിത്രീകരിക്കാനാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നസെന്റിന്റെ വിയോഗം പോലെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന മേജർ രവിയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വ്യക്തമായ തെളിവുകളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മേജർ രവിയുടെ ഈ ആരോപണം വെറും ഒരു പച്ചക്കള്ളം മാത്രമാണെന്ന് തെളിയുന്നു. അതേസമയം മേജർ രവിയുടെ വാദങ്ങൾ തന്നെയാണ് വലത് സൈബർ ഹാൻഡിലുകൾ ഇപ്പോഴും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലത് സൈബർ ഹാൻഡിലുകൾ പച്ചക്കുയിൽ, നീലക്കുയിൽ പോലെയുള്ള ഓൺലൈൻ മീഡിയകളെ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയും മറ്റും റീലുകളും ഇത്തരത്തിൽ പങ്കുവെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി ആളുകളുടെ ശ്രദ്ധ നേടാനായാണ് ഇത്തരത്തിൽ പല വീഡിയോകളും ഇവർ പങ്കുവെക്കുന്നത്. എന്നാൽ ചില വീഡിയോകളൊക്കെ തന്നെ തെറ്റായ സന്ദേശവും നുണകളുമാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലീസുകാർക്കൊപ്പം ചായ കുടിക്കുന്ന ഒരു ഫോട്ടോയിലും എഡിറ്റിംഗ് നടന്നതായി കാണാം. വിചിത്രമായ കൈകളും എയറിൽ നിൽക്കുന്ന ചായ ഗ്ലാസും വരെ അതിൽ കാണാം. ഇന്നസെന്റിനെ അന്ത്യോപചാരം അർപ്പിക്കുന്ന യഥാർത്ഥ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതൊന്ന് പരിശോധിച്ചാൽ ഈ അടിസ്ഥാനരഹിതമായ വ്യാജ നിർമ്മിതി ആർക്കും മനസ്സിലാവും. പക്ഷേ മേജർ രവിയെ പോലെ സിനിമയും എഡിറ്റിംഗും ഒക്കെ നന്നായി അറിയുന്ന ഒരാൾ ഇത്തരം വില കുറഞ്ഞ പ്രചാരണം നടത്തുന്നത് വളരെ മോശം തന്നെയാണ്. ബി.ജെ.പിയിൽ ചേർന്നതുകൊണ്ട് ഏത് വിധത്തിൽ അധപ്പതിച്ചാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനും ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: അടിമുടി നുണയനും സർവോപരി സംഖ്യയുമായ മേജർ തള്ളുകാരിൽ നിന്ന് നുണകൾ അല്ലാതെ മറ്റൊന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിലും കർമ്മയോദ്ധായുടെ തിരക്കഥ മോഷ്ടിച്ചെന്ന കേസിൽ കോടതി 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച മഹാനിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്.